ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത കുറുവ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്ന 2 പേരെ ആലപ്പുഴയിൽ ചോദ്യം ചെയ്തു വരുന്നു. കുറുവ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് പോലീസ് പിടിയിലെന്ന് പോലീസ് സ്ഥിരീകരണം. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്തയാൾ കുറുവ സംഘത്തിൽപ്പെട്ടതല്ലെന്നും പോലീസ്. കസ്റ്റഡിയിൽ എടുത്തവരുടെ ബന്ധുക്കൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. 1 മണിയോടെ അന്വേഷണ സംഘം മാധ്യമങ്ങളെ കാണും. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രിയാണ് ഈ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച സന്തോഷ് സിൽവത്തെ പോലീസ് രാത്രി തന്നെ പിടികൂടിയിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണ്ണഞ്ചേരി സ്റ്റേഷനിലാണ്. ഈ മണ്ണഞ്ചേരി സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ 2 പ്രതികളുമുള്ളത്. അതോടൊപ്പം തന്നെ DYSPയും മണ്ണഞ്ചേരി CIയും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. 1 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. എന്തായാലും മണികണ്ഠന് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷ് സെൽവം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ കുറുവ സംഘത്തിലെ ഒരു പ്രധാനിയാണ് സന്തോഷ് സെൽവം എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ പ്രതികളെ പിടികൂടിയപ്പോൾ അവിടുന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട സ്ത്രീകളുടെയൊക്കെ അടുത്ത് കൊണ്ടുചെന്ന് അവരുടേതാണോ എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. 1-2 സ്ത്രീകൾ അവരുടെ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ സംഘത്തിൽപ്പെട്ടവരെ തന്നെയാണ് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഉള്ളവരെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇതിപ്പോൾ മണ്ണഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന മോഷണത്തിലാണ്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ മോഷണങ്ങൾ നടന്നിരുന്നു. അവരെക്കുറിച്ചുള്ള അന്വേഷണം അമ്പലപ്പുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് വരികയാണ്. ഇത്തരത്തിൽ 2-3 ഗ്രൂപ്പുകളായിട്ടാണ് ഇവർക്ക് ആലപ്പുഴയിലെത്തിയത്. ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ എറണാകുളത്തുമൊക്കെ തന്നെയാണ് ഇവർ താമ്പടിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴത്താണ് ഇവർ കൂടുതലായിട്ടും സ്ത്രീകളടക്കം താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് രാത്രിയോടുകൂടി മണ്ണഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി ഈ സന്തോഷിനെ പിടികൂടുന്നത്. അതിനുശേഷം അവിടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ, തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകളുടെ നേതൃത്വത്തിൽ പോലീസിന് നേരെ അക്രമവും പോലീസിന് നേരെ ഒരു സംഘർഷത്തിന് ശ്രമം നടന്നപ്പോൾ അതിനിടയിലൂടെയാണ് ഈ പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അല്പസമയം മുൻപ് കുണ്ടന്നൂരിൽ നിന്നും കുറച്ച് തമിഴ് സ്ത്രീകൾ ഇവിടെത്തുകയും അവർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു പ്രതിഷേധം നടത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തു. തങ്ങളുടെ മക്കൾ ഇതിൻ്റെ അകത്ത് കുറ്റക്കാരല്ല, അവർ ആലപ്പുഴയിൽ വന്നിട്ടില്ല, ഇത്തരം വാദമുഖങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ എങ്കിലും പോലീസിൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ഇവർ മോഷണം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിരലടയാള വിദഗ്ധരെത്തി വിരലടയാളങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. അത് ഇവരുടെ തന്നെ എന്നുള്ള രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് സെൽവത്തിൻ്റെ അറസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തി സന്തോഷ് സെൽവത്തിനെ റിമാൻഡ് ചെയ്യും. മറ്റാളെ പോലീസ് നടപടികൾക്ക് ശേഷം വിട്ടയക്കാനാണ് സാധ്യത. ഈ ഒരു പ്രതിഷേധത്തിന് സാഹചര്യം എങ്ങനെ വരുന്നു? ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഉള്ള ആൾക്കാരാണോ? ഇന്നലത്തെ വാർത്തയിലും കണ്ടിരുന്നു ഈ സ്ത്രീകളാണ് വാഹനം തടഞ്ഞു നിർത്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഈ പ്രതിയെ മോചിപ്പിച്ച് കൊണ്ടുപോയതെന്ന്. ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണോ? കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണോ? ഷമ്മി, ഇവരെ കുണ്ടല്ലൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. പാലത്തിൻ്റെ താഴെയാണ്. ഈ പ്രദേശത്ത് മത്സ്യബന്ധനമാണ് ഇവരുടെ ഉപജീവന മാർഗമായിട്ട് ഇവർ കാണുന്നത്. അത്തരത്തിൽ കൊട്ടവഞ്ചിയിലുമൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് പോയി അത് വിറ്റഴിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സമീപനം. അവരോടൊപ്പം പുരുഷന്മാരും ഉണ്ടാകും, പക്ഷേ സ്ത്രീകളാണ് കൂടുതലുമായിട്ട് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. ഇവരോടൊപ്പമുള്ള ഒരാളാണ് ഇപ്പോൾ ഈ പോലീസ് പിടിയിലായിരിക്കുന്ന സന്തോഷ് സെൽവം. ഇത് രാത്രി മോഷണത്തിന് ശേഷം കുണ്ടല്ലൂരെത്തും, അവിടെയായിരിക്കും താമസം. എന്തായാലും പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുണ്ടല്ലൂരെത്തുകയും അവിടെ നിന്നും പ്രതിയെ വയ്ക്കുകയും ചെയ്തത്. എന്തായാലും ഈ 2 പേരെയാണ് പോലീസിന് കിട്ടിയത്. ഇവരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ഇന്നലെ ഈ സ്ത്രീകളുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധം നടന്നത്. അസമാനമായ രീതിയിലാണ് ഇന്നിപ്പോൾ മണ്ണഞ്ചേരി സ്റ്റേഷനിലെത്തി ഇവരൊരു പ്രതിഷേധത്തിന് കളമൊരുക്കിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വില പോയില്ല. പോലീസ് ഇപ്പോൾ ഈ പ്രതികളുടെയൊക്കെ തന്നെ അറസ്റ്റിലേക്ക് പോകുന്നതിനുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. 1 മണിയോടുകൂടി ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഷാജഹാൻ, ഈ സന്തോഷ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടത് വളരെ വളരെ പ്രാക്ടീസുള്ള ഒരു കള്ളൻ രക്ഷപ്പെടുന്ന രീതിയിൽ പൂർണ്ണ നഗ്നനായി പോയി രക്ഷപ്പെട്ടു. അതിനുശേഷം ഒരു ടെൻറ്റിനുള്ളിൽ കയറി ഇയാൾ ഒളിച്ചിരുന്നു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി വളരെ പ്രൊഫഷണലായ ഒരു തസ്കര സംഘത്തിൻ്റേതാണ്.
തീർച്ചയായിട്ടും. കാര്യം നമുക്കറിയാം, ചെന്നൈയിലെ ഒരു റാംജി നഗറിലുള്ള ഈ കുറുവ ഗ്രാമം, അവിടെ ഈ തസ്കര ഗ്രാമമെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്നും പരിശീലനം ലഭിച്ചവരാണ് ഇപ്പോൾ ഈ കേരളത്തിൽ വന്ന്, നമുക്കറിയാം ഇതാദ്യമായിട്ടല്ല, ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ വളരെയധികം പരിശീലനത്തിന് ശേഷമാണ് ഈ മോഷണവുമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഇവരുടെ പക്കലൊക്കെ തന്നെ വളരെ മൂർച്ചയേറിയ ആയുധങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ വളരെ ക്രൂരമായ രീതിയിൽ എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന ശ്രമങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ മറ്റു മോഷ്ടാക്കളെ പോലെയല്ല, കുറുവാ സംഘങ്ങളെ പൊതുവെ ജനങ്ങൾക്ക് പേടിയാണ്. ഇത് നേരിട്ട് കണ്ട സ്ത്രീകളും ഇവരുടെയൊക്കെ പ്രാകൃതവും ഇവരുടെ ഭാവവും കണ്ടിട്ട് വളരെ ഭയവിഹ്വലരായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് പല സ്ത്രീകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അവരൊക്കെ തന്നെ പേടിയോടുകൂടിയാണ് ആ കാര്യം ഓർക്കുന്നതും. ഇപ്പോഴും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർ ആ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായിട്ടും വിമുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇവർക്ക് വളരെയധികം പരിചയസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് സ്ഥലത്തും കയറി ധൈര്യസമേതം ചെല്ലുക, വീടിൻ്റെ പിന്നാമ്പുറം തുറന്ന് അകത്ത് കിടക്കുക, മോഷണം നടത്തുക, ഇത് തന്നെയാണ് ഇവരുടെ തൊഴിൽ. ആ പ്രദേശത്ത് ആരെങ്കിലും ഇവരെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ആദ്യം കായികമായിട്ട് അവരെ നേരിടാൻ ശ്രമിക്കും. പക്ഷേ അതല്ല എങ്കിൽ അവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുക എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ഇവർ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഇവർക്കെതിരെ ഒരു മൽപ്പിടുത്തത്തിന് പോകാനോ അല്ലെ ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനോ മുന്നോട്ട് വരാറില്ല. നമുക്കറിയാം 2 ദിവസം മുൻപ് പുന്നപ്പറയ്ക്ക് സമീപത്ത് നിന്ന് സമാനമായ രീതിയിൽ ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ഒരാളെ കീഴ്പ്പെടുത്താൻ ഒരു കായികാഭ്യാസി ശ്രമിച്ചുവെങ്കിലും അയാളെ കീഴ്പ്പെടുത്തി അയാളെ മർദ്ദിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ വളരെയധികം ഭീതിയിലാണ് ജനങ്ങളുള്ളത്. പക്ഷേ അതിനൊക്കെ തന്നെ വിരാമം വന്നിരിക്കുന്നു. യാതൊരു തെളിവുമില്ലാതെ മുഖം മറച്ചുകൊണ്ട് വളരെ വ്യാപകമായ രീതിയിൽ മോഷണം നടത്തിയ സംഘത്തെയാണ് ഇപ്പോൾ കേരള പോലീസ്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ആലപ്പുഴ DYSPയും അതോടൊപ്പം തന്നെ മണ്ണഞ്ചേരി CIയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പോലീസിൻ്റെ പ്രത്യേക ടീം തന്നെയാണ് വളരെ തന്ത്രപൂർവ്വം ഈ പ്രതികളെ ഇപ്പോൾ വലയിലാക്കിയിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.